കുറച്ചുനാൾ കഴിഞ്ഞപ്പോൾ കൊച്ചുണ്ണിയുടെ കയ്യിലുണ്ടായിരുന്ന പണമൊക്കെ തീർന്നു. ആ ഇടയ്ക്ക് കൊച്ചുണ്ണിക്ക് കുറച്ച് പുതിയ കൂട്ടുകാരെ കിട്ടി. അവരെല്ലാവരും ചേർന്ന് ഒരു കച്ചവടം ആരംഭിച്ചു. അന്യദേശത്തു നിന്നും വ്യാജ ചരക്കുകൾ വാങ്ങി കായംകുളത്തെത്തിച്ച് അത് മറിച്ചു വിൽക്കുക. അതുവഴി എളുപ്പത്തിൽ വൻ ലാഭം ഉണ്ടാക്കുക. അതായിരുന്നു അവരുടെ കച്ചവടം. ചുരുക്കി പറഞ്ഞാൽ കള്ളക്കടത്ത്. കൊച്ചുണ്ണി 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 കായംകുളം കൊച്ചുണ്ണി. പണ്ടുകാലത്ത് തെക്കൻ തിരുവിതാംകൂറിനെ വിറപ്പിച്ചു കഴിഞ്ഞിരുന്ന ഒരു കൊള്ളക്കാരനായിരുന്നു കായംകുളം കൊച്ചുണ്ണി. കൊച്ചുണ്ണിയും കൂട്ടരും ശങ്കുണ്ണിപ്പിള്ളയുടെ പീടികയിലാണ് കള്ളക്കടത്ത് മുതിരുകൾ വിറ്റിരുന്നത്. മോഷണ സാധനങ്ങളും കള്ളക്കടത്ത് ചരക്കുകളും ചുടുവിലക്ക് വാങ്ങി തൻ്റെ കടയിലെ മറ്റു സാധനങ്ങൾക്കൊപ്പം ഇരട്ടി വിലക്ക് മറിച്ച് വിൽക്കുന്നതാണ് പിള്ളയുടെ പ്രധാന പണി. വരണം. സാധനം വാങ്ങാനാണോ? എന്താണ് നിങ്ങൾക്ക് വേണ്ടത്? നമ്മുടെ കടയിൽ എല്ലാം കിട്ടും. ഉപ്പ് മുതൽ കർപ്പൂരം വരെയുള്ള സാധനങ്ങൾ കിട്ടും. പിന്നെ എല്ലാം വില കുറവാണ് കേട്ടോ. സോപ്പ് വേണോ? ചീപ്പ് വേണോ? കിണ്ടി വേണോ? സ്വർണം വേണോ? സായിപ്പന്മാർ ഉപയോഗിക്കുന്ന സാധനങ്ങൾ വേണോ? എല്ലാം ഉണ്ട്. എന്ത് വേണ്ട? ഓരോരുത്തന്മാർ രാവിലെ മെനക്കെടുത്താനായിട്ട്. ഇതാരെ കൊച്ചുണ്ണിയോ? ചെങ്കിടികൾ കൊണ്ടുള്ള കൂടെ. വാ കോള് വല്ല ഒത്തിട്ടുണ്ടോ കൊച്ചുണ്ണി? ചരക്കൊക്കെ ഭദ്രമായി എത്തിച്ചിട്ടുണ്ട്. പഴയ കണക്ക് തീർത്താൽ ചരക്ക് ഇന്ന് രാത്രി തന്നെ ഇവിടെ എത്തിക്കും. അതെന്താ കൊച്ചുണ്ണി, നിനക്കെന്നെ വിശ്വാസമില്ലാത്തതുപോലെ? ശരി, തരാനുള്ള പണം ഇപ്പൊ തന്നെ തന്നു തീർക്കാം. ഇന്ന് രാത്രി തന്നെ ചരക്ക് എത്തിക്കണം. വിശ്വാസമില്ലാഞ്ഞിട്ടല്ല മുതലാളി, കാശിന് കാശ് തന്നെ വേണ്ടേ? ഇതാ പിടിച്ചോ പണം. പിന്നെ സൂക്ഷിച്ചൊക്കെ പോളം. ഇപ്പൊ മോനെ കൊച്ചുണ്ണി, പോലീസുകാരൊക്കെ റോന്തു വിറ്റുന്നുണ്ട്. കരളലിവുള്ളൊരു എന്നാൽ നാടറിയുന്നൊരു തസ്കരവീരൻ. കൊച്ചുണ്ണി 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 കായംകുളം കൊച്ചുണ്ണി. കൊടും തസ്കരൻ, നാട്ടിലെ ഭീകരൻ, ആരിവൻ ആർക്കും തോൽക്കാത്ത മാന്ത്രികൻ. കൊച്ചുണ്ണി കൊച്ചുണ്ണി കായംകുളം കൊച്ചുണ്ണി. കൊടും തസ്കരൻ, നാട്ടിലെ ഭീകരൻ, ആരിവൻ ആർക്കും തോൽക്കാത്ത മാന്ത്രികൻ. അടവുകൾ 18 പഠിച്ചവൻ, ചുവടുകൾ ഓരോന്നും ജയിച്ചവൻ, കുതന്ത്രങ്ങൾ വിനയുന്ന നരനിവൻ, നാടിനുറക്കം കെടുത്തുന്ന തസ്കരൻ. ഭയം തെല്ലുമില്ലാതെ വാണവൻ, മതം പൊട്ടി നടക്കുന്ന ഒറ്റയാ. കൊടും തസ്കരൻ, നാട്ടിലെ ഭീകരൻ, ആരിവൻ ആർക്കും തോൽക്കാത്ത മാന്ത്രികൻ. ജന്മി മുതലാളിമാർ
പൂട്ടും തുറക്കുന്ന മാന്ത്രികൻ, കാവൽക്കാരെ മയക്കുന്ന മന്നവൻ, ഏഴകൾക്കിവനെന്നും തോഴനായി, ആശ്രയമില്ലാത്തവർക്കിവൻ കാവലായി. കൊച്ചുണ്ണി 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 കായംകുളം കൊച്ചുണ്ണി, കൊച്ചുണ്ണി 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 കായംകുളം കൊച്ചുണ്ണി. കൊടും തസ്കരൻ നാട്ടിലെ ഭീകരനാരിവനാർക്കും തോൽക്കാത്ത മാന്ത്രികൻ. കൊടും കാടുകൾ അവനെന്നും കാവലം, വനപാതകളിൽ അവൻ അങ്ങനെ കുറേ കാലം കടന്നുപോയി. പുതിയ കച്ചവടം തരക്കേടില്ലാതെ പോയിക്കൊണ്ടിരുന്നു. കൊച്ചുണ്ണിയുടെ മാതാപിതാക്കൾ അസുഖം ബാധിച്ചു മരണപ്പെട്ടു. മൂത്ത സഹോദരൻ മദിരാശിയിൽ പോയി. അവിടെ ഒരു ചെറിയ കച്ചവടം തുടങ്ങി. അവിടെ തന്നെ താമസമാക്കി. അങ്ങനെ തനിച്ചായ കൊച്ചുണ്ണി വിവാഹം കഴിക്കാൻ തീരുമാനിച്ചു. അവിടെ അടുത്തു തന്നെയുള്ള ഒരു നിർധന കുടുംബത്തിലെ ഏക മകളായിരുന്നു വധു. നാടറിയ